നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ആരോപണങ്ങൾ ഇപ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ്. കേവലം ഒരു വ്യക്തിപരമായിട്ടുള്ള പരാതി എന്ന നിലയിൽ നിന്നും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആസൂത്രണം ചെയ്ത ഒരു ഗൂഢാലോചനയാണിതെന്ന ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഇവിടെ പരാതിക്കാരിയുടെ ഭർത്താവും മുൻ യുവമോർച്ച നേതാവുമായിട്ടുള്ള വ്യക്തി തന്നെ BJP നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്ത് വന്നതോടുകൂടി പ്രതിപക്ഷം കെട്ടിപ്പടുത്ത പ്രതിരോധ കോട്ടകൾക്ക് വിള്ളൽ ഇപ്പോൾ വീണിരിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളിയെ വ്യക്തിഹത്യയിലൂടെ തകർക്കാൻ ശ്രമിച്ച BJPയുടെ തന്ത്രങ്ങൾ പാളുന്ന കാഴ്ചയാണ് ഈ പുതിയ വെളിപ്പെടുത്തലുകളിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. പരാതിയുമായി മുന്നോട്ട് പോകരുതെന്ന് BJP നേതൃത്വം തന്നോട് ആവശ്യപ്പെട്ടതായിട്ടും ഇതിനെ വഴങ്ങാത്തതിനെ തുടർന്നാണ് തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയതെന്നും അതിജീവിതയുടെ ഭർത്താവ് ഇവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം തങ്ങളുടെ പ്രവർത്തകന്റെ കുടുംബ പ്രശ്നങ്ങളെ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് കരുവാക്കുകയും ലക്ഷ്യം കാണാതെ വരുമ്പോൾ അവരെ തള്ളിക്കളയുകയും ചെയ്യുന്ന അപകടകരമായിട്ടുള്ള പ്രവണതയാണ് ഇവിടെ കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ചൂണ്ടിക്കാട്ടിയാണ് തന്നെ പുറത്താക്കിയതെന്ന് ഇവിടെ പാർട്ടി പറയുമ്പോഴും വ്യക്തമായ വിശദീകരണം പോലും നൽകാതെ അർദ്ധരാത്രിയിൽ പുറത്താക്കൽ കത്ത് നൽകിയത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഇത് BJPക്കുള്ളിലെ ആഭ്യന്തര ജനാധിപത്യമില്ലായ്മയും രാഷ്ട്രീയ അവസരവാദത്തെയുമാണ് തുറന്നു കാട്ടുന്നത്. MLAക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ സ്വഭാവം പരിശോധിക്കുമ്പോൾ അത് വളരെ ഗൗരവതരമായിട്ടുള്ള ഒന്നാണെന്ന് കാണാം. തന്റെ കുടുംബജീവിതം തകർക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ശ്രമിച്ചുവെന്നും ക്രിമിനൽ ഉദ്ദേശത്തോടുകൂടി പെരുമാറിയെന്നും ഭർത്താവ് നേരത്തെ പരാതി നൽകിയിരുന്നു. എന്നാൽ താൻ ഒരു കുടുംബ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിച്ചതെന്ന രാഹുലിന്റെ വാദത്തെ സാധൂകരിക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. തന്റെ അഭാവത്തിൽ ഫ്ളാറ്റിലെത്തി ഭാര്യയെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്നത് BJPയുടെ തെരഞ്ഞെടുപ്പ് അജണ്ടയുടെ ഭാഗമായിരുന്നുവെന്ന് ഭർത്താവിന്റെ ഇപ്പോഴത്തെ നിലപാട് വ്യക്തമാക്കുന്നു. ഒരു MLA എന്ന നിലയിലുള്ള രാഹുലിന്റെ പ്രവർത്തനങ്ങളെയും വ്യക്തിത്വത്തെയും കളങ്കപ്പെടുത്താനാണ് ഇതിലൂടെ ശ്രമം നടന്നത്. പാലക്കാട് നിയമസഭാ പോരാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കേസിലെ വഴിത്തിരിവുകൾ ഏറെ നിർണായകമാണ്. രാഹുലിനെ രാഷ്ട്രീയമായി തകർക്കാൻ BJP മെനഞ്ഞ തിരക്കഥകൾ ഇപ്പോൾ അവർക്ക് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയുടെ ഭാരവാഹിയായിരുന്നിട്ടും രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം ഒരു കുടുംബത്തെ ആയുധമാക്കിയത് പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. പരാതിക്കാരനെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നടപടിയിലൂടെ BJP സ്വന്തം വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ വെളിപ്പെടുത്തൽ അത് കേരള രാഷ്ട്രീയത്തിലെ വരും ദിനങ്ങളിലെ പോരാട്ട വീര്യത്തെ സ്വാധീനിക്കും എന്നതിൽ സംശയമില്ല. ഇടതുപക്ഷത്തിൻ്റെ നിലപാടുകളിലെ വൈരുദ്ധ്യവും ഈ സന്ദർഭത്തിലേറെ ചർച്ചയാകുന്നുണ്ട്. CPM നേതാക്കൾക്കെതിരെ ഉയർന്ന സമാനമായ പരാതികളിൽ പാർട്ടിക്കുള്ളിൽ തന്നെ അത് ഒതുക്കി തീർക്കുന്ന ശ്രമത്തിനിടയിലാണ് ഈ വിഷയത്തിൽ CPM ഇരട്ടത്താപ്പ് കാണിക്കുന്നത്. എന്നാൽ അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉയർന്നപ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ബോധ്യമുണ്ടായിട്ടും ധാർമ്മികതയുടെ പേരിൽ നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം കാണിച്ച ആർജവം ഇവിടെ ശ്രദ്ധേയമാണ്. രാഷ്ട്രീയപരമായിട്ടുള്ള സത്യസന്ധത അത് ഉയർത്തിപ്പിടിക്കുന്നതിലും നേതാക്കളുടെ വ്യക്തിവിശുദ്ധി കാത്തുസൂക്ഷിക്കുന്നതിലും കോൺഗ്രസ് കാണിച്ച ഈ മാതൃക കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രധാന നാഴികക്കല്ലാണ്. ചുരുക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് എന്നത് കേവലം ഒരു ബലാത്സംഗ പരാതിയോ വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളല്ല, മറിച്ച് കേരളത്തിലെ മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളുടെ പ്രതിഫലനമാണ്. ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചവർ തന്നെ അതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ടകൾ വെളിപ്പെടുത്തുമ്പോൾ സത്യം പുറത്തു വരികയാണ്. ഒരു ജനപ്രതിനിധിയെ അവിഹിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ നേരിടാൻ ശ്രമിച്ച BJPയുടെ തന്ത്രം പരാജയപ്പെടുമ്പോൾ ജനാധിപത്യ മൂല്യങ്ങളുടെയും വ്യക്തിപരമായിട്ടുള്ള സത്യസന്ധതയുടെയും ഒക്കെ തന്നെ വിജയമാണ് ഇവിടെ ദൃശ്യമാകുന്നത്. ഈ സംഭവം അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുമെന്നും കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിമരുന്നിടും എന്ന കാര്യത്തിൽ ഉറപ്പാണ്.